നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചിലിക്കെതിരെയുള്ള അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം നാളെയാണ്. ആ മത്സരത്തിൽ തീർച്ചയായിട്ടും കോച്ചിന് പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും. ഒരു കാര്യം കൂടി, നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ 6:30 ആ മത്സരം. ഏതായാലും നിരവധി താരങ്ങൾക്ക് പരിക്കും വിലക്കും ഒക്കെ ഉള്ളതുകൊണ്ട് കോച്ചിന് മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ എന്നുള്ളതാണ് അർജന്റീനയുടെ സ്ഥിതിവിശേഷം. അതിലിപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തൻ്റെ വജ്രായുധം പ്രയോഗിക്കാൻ സ്കലോനി തയ്യാറാവുന്നു. സൂപ്പർ താരവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അതായത് നിക്കോ പാസ് അർജന്റീന വലിയ പ്രതീക്ഷയോടുകൂടി കടന്ന താരമാണ്. അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ സ്കലോനി ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പരിശീലനത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തി കുറേ സമയം കോച്ച് സംസാരിക്കുകയുണ്ടായി. അത് കൃത്യമായിട്ടും അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത്. ഒന്നുകിൽ തിയാഗോ അൽമൈഡ അല്ലെങ്കിൽ നിക്കോളാസ് പാസ്. ഇതിൽ നിക്കോളാസ് പാസിനെ കളിപ്പിക്കാൻ ഒരു പക്ഷേ കോച്ച് തയ്യാറായേക്കും എന്നാണ് TYC സ്പോർട്സ് നിരീക്ഷിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. നിക്കോളാസ് ഓട്ടാമെൻഡി സസ്പെൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ലിയനാർഡോ ബലേഡി ക്രിസ്ത്യൻ റൊമേറോയുടെ പാർട്ട്ണറായിട്ട് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നാഹുൽ മൊലീനയും നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും ഇരു പാർശ്വങ്ങളിലായിട്ടുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലിയാൻഡ്രോ പെരേഡസും എൻസോ ഫെർണാണ്ടസും ഒക്കെ യെല്ലോ കാർഡ് ലിമിറ്റ് വർദ്ധിച്ചതുകൊണ്ട് അവർ സസ്പെൻഡഡ് ആണ്. ജോവാനി ലോ ചെൽസോയുടെ കാര്യത്തിലാണെങ്കിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മസിൽ പ്രോബ്ലംസ് ഉണ്ട്. നിക്കോളാസ് ഗോൺസാലസ് സസ്പെൻഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് റോഡ്രിഗോ ഡീപോളിനോടൊപ്പം എസിക്കിയൽ പലോസിയോസും ഹൂലിയാനോ സിമിയോണിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തിയാഗോ അൽമൈഡ ആൻഡ് നിക്കോളാസ് പാസ് ഇതിൽ ഒരാളെയായിരിക്കും കളിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഹുലിൻ ആൽവരസും ലിയോ മെസ്സിയും അവരുടെ പ്ലേയിങ് 11 ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബബിൾ 11 നോക്കിയാൽ എമിലിയാനോ മാർട്ടിനസ്, നാഹുൽ മോലിന, ക്രിസ്ത്യൻ റൊമേറോ, ലിയനാർഡോ ബലേഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. പിന്നെ മധ്യനിരയിലേക്ക് ഹുലിയാനോ സിമിയോണി, റോഡ്രിഗോ ഡീപോൾ, എസിക്കിയൽ പലാസിയോസ്. മുന്നേറ്റത്തിൽ തിയാഗോ അൽമൈഡ അല്ലെങ്കിൽ നിക്കോളാസ് പാസ്. ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് നിക്കോളാസ് പാസിന് ഇപ്പോൾ ഒരു എഡ്ജുണ്ട്. പിന്നെ ലയണൽ മെസ്സി, ഹുലിൻ ആൽവരസ്. ഇതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എങ്ങനെയായിരിക്കും സ്കലോനി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.